ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന 2 കിടിലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. അടുക്കളയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഉപ്പ്. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ ഉപ്പില്ലാത്ത ഒരു അടുക്കള നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ആഹാര സാധനങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, ഉപ്പിലടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിനും കൂടി ആവശ്യമാണ്. ശരീരത്തിനാവശ്യമായ സോഡിയത്തിൻ്റെ പ്രധാന ഉറവിടം ഉപ്പ് തന്നെയാണ്. 2 തരത്തിലുള്ള ഉപ്പാണ് നമ്മൾ പ്രധാനമായും വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കുന്നത്: കല്ലുപ്പും പൊടിയുപ്പും. അതുപോലെ തന്നെ അയോഡിൻ ചേർത്ത ഉപ്പും അയോഡിൻ ചേർക്കാത്ത ഉപ്പും വിപണിയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അയോഡിൻ ചേർത്ത ഉപ്പ് പൊടിയാണ് നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടം. സാദാ കല്ലുപ്പിനെ ശുദ്ധീകരിച്ച് പൊടിച്ച് അയോഡിൻ ചേർത്ത് സംസ്കരിച്ചെടുക്കുന്ന ഉപ്പാണ് അയോഡൈസ്ഡ് ഫ്രീ ഫ്ലോ സോൾട്ട്. വെള്ളമൊലിക്കാത്ത കുഴഞ്ഞു പോകാത്ത ഈ പൊടിയുപ്പിനോടാണ് എല്ലാ വീട്ടമ്മമാർക്കും താല്പര്യം. എന്നാൽ അയോഡിൻ ചേർത്ത ഈ പൊടിയുപ്പ് സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതാണോ എന്ന കാര്യം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ധാരാളം ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലൂടെ പോയാണ് നമ്മുടെ സാദാ കല്ലുപ്പ് ഇങ്ങനെ വെളുത്ത് പൊടിയായി വരുന്നത്. അപ്പോൾ ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ഘടകങ്ങളെല്ലാം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കല്ലുപ്പിൽ നിന്നും കിട്ടുന്ന പോഷക ഘടകങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഈ പൊടിയുപ്പിൽ നിന്നും കിട്ടില്ല. മാത്രമല്ല, രോഗങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ അയോഡിൻ ചേർത്ത ഈ പൊടിയുപ്പ് സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിനും നല്ലതല്ല. അതുകൊണ്ട് നമ്മുടെ നിത്യേനയുള്ള ആവശ്യങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന പൊടിയുപ്പിനേക്കാൾ നല്ലത് കല്ലുപ്പ് തന്നെയാണ്. എന്നാൽ ചില സമയത്ത് അടുക്കളയിൽ നമുക്ക് പൊടിയുപ്പ് ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സാധാരണ കല്ലുപ്പ് നമുക്ക് തന്നെ പൊടിച്ചുപയോഗിക്കാം. അതല്ലേ നല്ലത്? സാദാ കല്ലുപ്പിൽ നിന്നും അയോഡിൻ ചേർക്കാത്ത നല്ല ഫ്രീ ഫ്ലോ പൊടിയുപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അയോഡിൻ ചേർക്കാത്ത ഫ്രീ ഫ്ലോ ഉപ്പ് പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. അയോഡിൻ ചേർത്ത കല്ലുപ്പും അയോഡിൻ ചേർക്കാത്ത കല്ലുപ്പും നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഇതിൽ അയോഡിൻ ചേർക്കാത്ത ഉപ്പ് തന്നെ നോക്കി വാങ്ങണം. കല്ലുപ്പ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഉപ്പ് മിക്സിയിൽ പൊടിച്ചെടുത്തപ്പോൾ ഇതുപോലെ കുഴഞ്ഞാണ് കിട്ടുന്നത്. അത് സാരമില്ല കേട്ടോ. ഇനി നമുക്കൊരു സൂത്രം ചെയ്താൽ ഇത് നല്ല ഫ്രീ ഫ്ലോ ഉപ്പുപൊടിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ഫ്രീ ഫ്ലോ ഉപ്പുപൊടി ഉണ്ടാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ ഉരുളിയോ സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും തന്നെ എടുക്കരുത്. കാരണം അതിൽ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് മിക്സിയിൽ പൊടിച്ചെടുത്ത ഉപ്പ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഏകദേശം 10 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ശരീരത്തിന് വളരെയേറെ ആവശ്യമായ ഒരു ഘടകമാണ് അയോഡിൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോണിലെ ഒരു പ്രധാന ഘടകം കൂടിയാണ് അയോഡിൻ. അയോഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഗോയിറ്റർ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്ത ഈ അയോഡിൻ നമുക്ക് ലഭിക്കുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയുമാണ്. നാച്ചുറൽ അയോഡിൻ്റെ പ്രധാന ഉറവിടങ്ങളാണ് കടൽ മത്സ്യങ്ങളും കടൽ പായലുകളും. അതുപോലെ തന്നെ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ ഇവയിലൊക്കെ അയോഡിൻ ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. കടൽ മത്സ്യങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ഒരാൾക്ക് അയോഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏകദേശം 10 മിനിറ്റോളം വഴറ്റി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉപ്പിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. 1 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ രക്തത്തിലെ അയോഡിൻ്റെ അളവ് 5 മൈക്രോഗ്രാം തൊട്ട് 10 മൈക്രോഗ്രാം വരെയാണ്. ഇത് നിലനിർത്താനായിട്ട് പ്രതിദിനം നമുക്ക് 150 മൈക്രോഗ്രാം അയോഡിൻ ആവശ്യമാണ്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ അയോഡിൻ കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെയാണ്. ഉപ്പുപൊടി നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ല ഫ്രീ ഫ്ലോ ആക്കിയെടുക്കണം.
അതിനായിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലെ കട്ടകളൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടി 2 സെക്കൻഡ് നമുക്കിതൊന്ന് പൊടിക്കാം. ഇതാ കണ്ടോ, അയോഡിൻ ചേർക്കാത്ത നല്ല ഫ്രീ ഫ്ലോ പൊടിയുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഈ ഫ്രീ ഫ്ലോ ഉപ്പുപൊടിയിലും പോഷകങ്ങൾ കുറവായിരിക്കും. ഉപ്പുപൊടി വറുക്കുമ്പോൾ തന്നെ അതിലുള്ള ഒരുമാതിരി പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിത്യജീവിതത്തിൽ നമ്മൾ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കല്ലുപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രം ഇങ്ങനെ പൊടിച്ചെടുത്ത ഉപ്പ് നമുക്ക് ഉപയോഗിക്കാം. വിപണിയിൽ നിന്നും കിട്ടുന്ന കെമിക്കൽ അയോഡിൻ ചേർത്ത ഫ്രീ ഫ്ലോ പൊടിയുപ്പ് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. പൊടിച്ചെടുത്ത ഉപ്പ് സൂക്ഷിക്കാനായിട്ട് ഇതുപോലുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറോ അല്ലെങ്കിൽ മൺഭരണിയോ ഉപയോഗിക്കാം. വീട്ടമ്മമാർക്കുണ്ടാകുന്ന മറ്റൊരു തലവേദനയാണ് കല്ലുപ്പ് ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ ഉപ്പ് തീരാറാകുമ്പോൾ നിറയെ വെള്ളം ഉണ്ടാകുന്നത്. ഉപ്പ് പാത്രത്തിൽ ഉപ്പ് എത്ര കാലം സൂക്ഷിച്ചു വെച്ചാലും വെള്ളം ഒലിക്കാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്തായി പറയുന്നത്. ഉപ്പിട്ട് വെക്കാനായിട്ട് ഇതുപോലുള്ള മൺഭരണികളോ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നറുകളോ ഉപയോഗിക്കാം. ആദ്യം തന്നെ ഉപ്പിട്ട് വെക്കാനുള്ള പാത്രം നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോട്ടൺ തുണിയാണ്. നല്ല വെള്ള തുണി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ, കാരണം കളർ തുണിയാകുമ്പോൾ അതിൽ കളർ ഇളകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എടുത്ത കോട്ടൺ വെള്ളത്തുണി ഇതുപോലെ 5ഓ 6ഓ മടക്കായിട്ട് ഒന്ന് മടക്കിയെടുക്കാം. മടക്കിയെടുത്ത തുണി നമ്മൾ ഉപ്പിട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭരണിയുടെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ എത്ര നാള് കഴിഞ്ഞാലും ആ ഉപ്പ് ഭരണിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ല. ഞാൻ ഇട്ടുകൊടുത്ത ഉപ്പ് തീർന്നതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞാണ് കേട്ടോ എൻ്റെ ഉപ്പ് തീർന്നത്. ഭരണിക്കുള്ളിലേക്ക് നമ്മൾ മടക്കി ഇട്ട് കൊടുത്ത തുണി പുറത്തേക്ക് എടുക്കാം. ഇതാ കണ്ടോ, ഉപ്പിലെ നനവെല്ലാം തുണി വലിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഭരണിക്കുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഉപ്പ് ഭരണിയിൽ വെള്ളം ഒലിക്കാതെ ഉപ്പ് മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കാനുള്ള ഈ കിടിലൻ ടിപ്പ് ഇഷ്ടമായി കാണുമല്ലോ. കരിമീൻ, സിലോപ്പി ഇങ്ങനെയുള്ള മീനുകൾ വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അടുത്തായി പറയുന്നത്. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മൾ ചെത്താറാണ് പതിവ്. ഒന്നുകിൽ ചെത്തും അല്ലെങ്കിൽ കല്ലിലിട്ട് ഉരച്ചെടുക്കും. ഇനി അതൊന്നും വേണ്ട കേട്ടോ. എത്ര കിലോ സിലോപ്പിയും കരിമീനും നിമിഷ നേരം കൊണ്ട് ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു സൂത്രം ചെയ്താൽ മതി. ആദ്യം തന്നെ നമുക്കതിൻ്റെ 2 സൈഡിലുള്ള മുള്ളും കളയണം, പിന്നെ തലയും കളയണം. ഇനി ഇതിൻ്റെ ചെതുമ്പൽ കളഞ്ഞെടുക്കണം. പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് മീനിൻ്റെ ചെതുമ്പൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് കളയാനുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അതുകൊണ്ട് ഞാനിപ്പോൾ ചെതുമ്പൽ കളയുന്നത് കാണിക്കുന്നില്ല കേട്ടോ. 2 മീനും ഞാനിവിടെ ചെതുമ്പൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം വാളൻപുളിയാണ്. പിഴുപുളി, സാമ്പാർ പുളി എന്നൊക്കെ പറയുന്ന ഈ പുളി ഒരു നാരങ്ങ വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഈ പുളി നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. നമ്മൾ ചെതുമ്പൽ കളഞ്ഞെടുത്ത മീൻ ഈ പുളി കലക്കിയ വെള്ളത്തിലേക്ക് മുക്കിയിടാം. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഇതിങ്ങനെ മുക്കിയിടണം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. കത്തിയോ കത്രികയോ ഒന്നും തന്നെ വേണ്ട ഇത് വൃത്തിയാക്കാൻ. ഇതുപോലെ ഒരു സ്പൂൺ മാത്രം മതി. സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് വടിച്ചെടുത്താൽ മതി. മീനിൻ്റെ ആ കറുത്ത തൊലിയെല്ലാം ഇളകിപ്പോയി നല്ല വെള്ളി പോലെ തിളങ്ങും. എത്ര കിലോ മീൻ വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ആക്കാനും സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്